അപ്പോൾ ഓരോരുത്തരും ഈ ഒരു ദിവസം അവർക്ക് അത്രയേറെ ഓർമ്മിക്കാനും അതുപോലെ തന്നെ നല്ല നല്ല മെമ്മറീസ് അവർക്ക് വേണ്ടി ഒരുക്കണം. അതിനായി ഞാൻ വീണ്ടും പറയുന്നു, ഓരോ നല്ല നല്ല നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ കയ്യടി അല്ലെങ്കിൽ കരഘോഷങ്ങൾ ഒരുപാട് ഉയർന്നു തന്നെ നിൽക്കണം. പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ് ആൻഡ് മേക്ക് എ നോയ്സ് പ്ലീസ്. ഓക്കെ, ഇപ്പം എന്തായാലും ഒരു ചിരിയുടെ ഒരു അഭാവത എനിക്ക് കാണുന്നുണ്ട് എല്ലാവരുടെയും മുഖത്ത്. ഹായ്, ഒരു ഹായ് തരോ? ഓക്കെ, ഹായ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊരു ഹായ് കിട്ടുമോ? ഓക്കെ, ഒരാളേ ഉള്ളൂ. അവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ഒരു ഹായ് തരുമോ അവിടെ ഇരുന്നുകൊണ്ട് പ്ലീസ്? ഹലോ. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി നല്ല ഭംഗിയായിട്ട് ഇന്നത്തെ ഒരു പരിപാടിക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിന്ന് ഉഷാറാക്കണം. അതിനെല്ലാവരും എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കില്ലേ? ഇല്ലേ? എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് ആളുകൾ വരാനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ സ്ട്രെങ്ത് കൂടുകയാണ് അല്ലേ? ബിക്കോസ് ദിസ് ഈസ് സച്ച് എ ഡേ വെർ വി ഹാവ് ദി കൗണ്ട്ലെസ് ബ്ലെസ്സിങ്സ് അണ്ടർ വൺ റൂഫ് അല്ലേ? ഒരു കുടക്കീഴിൽ ഒരുമിച്ച് എല്ലാവരുടെയും ആശീർവാദങ്ങൾ ചൊരിയാൻ പറ്റുന്നൊരു ദിവസമാണിന്ന്. കാരണം എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തർക്കും തന്നെ നമുക്ക് അവർക്ക് അനുഗ്രഹം ചൊരിയാനും അവർ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഒരുമിച്ച് അവർ ഇനിയും ഉയരെ പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഒരുമിച്ച് ആ ഒരു പങ്കുചേരൽ നമുക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു റിമാർക്കബിൾ ഡേ തന്നെ ഒത്തുചേരണം അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഡേ കൂടിയാണ് ഇന്നത്തേത്. അപ്പോൾ ഡെഫിനറ്റ്ലി എവ്രിവൺ നെവർ ബി സൈലന്റ് and we have to make a noise and just celebrate this day for Kuriakose and Anu. Okay, so I hope everyone is ready for that. അപ്പോൾ എന്തായാലും കുറച്ച് നിമിഷത്തിനകം തന്നെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ നമ്മുടെ ഇന്നത്തെ the stars of the day will arrive. Until that, stay tuned. Okay, so thank you so much once again everyone. Thank you so much. അപ്പോൾ എന്തായാലും it's a gentle reminder that എല്ലാവരും അവരവരുടെ സീറ്റിൽ നിങ്ങൾക്ക് വേണ്ടി വിശാലമായി തന്നെ നമ്മൾ ഒരുപാട് സീറ്റ്സ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അതിൽ വന്നിരിക്കുക. ഏറ്റവും കംഫർട്ടബിളായി ഇരുന്നുകൊണ്ട് തന്നെ പ്ലീസ് ഷവർ യുവർ ബ്ലെസ്സിങ്സ് ടുവേർഡ്സ് ദം. ലെറ്റ് ദം ലീവ് ആൻഡ് ചെറിഷ് ദെയർ ലൈഫ് ടുഗെദർ അല്ലേ? വെരി ഹാപ്പിലി. ഒരുപാട് നന്ദി ആദ്യം പറയട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധന്യമായ ഓരോ മൊമെൻറ്റ്, ഓരോ നിമിഷവും ഇതിനകം കടന്നു പോയിരിക്കുകയാണ് നമ്മൾ. ഇനിയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്വീറ്റ് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ചടങ്ങുകൾ നമ്മൾ സാക്ഷ്യം വഹിക്കാനുണ്ട് അല്ലേ? അതിന് മുന്നോടിയായിട്ട് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, അനു ആൻഡ് കുര്യാക്കോസ്, വെരി ഹാപ്പി കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ഫോർ ദിസ് ബിഗ് ഡേ ഓഫ് യു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഈ ദിവസത്തിൽ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഫോഗി അപ്പിയറൻസ് ആണല്ലേ? ആരൊക്കെ വന്നിട്ടുണ്ട്, ഏതാണ് ഫുള്ളി നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും ലെറ്റ് മീ ടെൽ യു, നിങ്ങൾക്ക് അത്രയേറെ പ്രിയപ്പെട്ട ക്ഷണം സ്വീകരിച്ചെത്തിയ ആളുകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇവർ കൂടി തന്നെയാണ്. അപ്പോൾ എന്തായാലും everyone, let me tell you one more thing. I can't help saying this because you guys are absolutely stunning in your dresses. രണ്ടുപേരും is like a perfect match അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ വരുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. ആദ്യം തന്നെ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദം. എനിക്കറിയാം ഇവരെ രണ്ടുപേരും അറിയാത്തവരായി ആരും തന്നെ ഇല്ല എന്നുള്ളത്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ് എന്നുള്ളത്. സോ ഫസ്റ്റ്ലി വി ഹാവ് ദി handsome dashing groom to be, yes, our Kuriakose Varghese, who is a police officer in Canada. And yes, next we have the gorgeous beautiful bride to be Anu Mariam Varghese, who is a working professional in bank at Canada again. അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ they have met in the land of maple leaves and yes, എന്താണ് നല്ല ഒരു സ്ഥലത്ത് വെച്ചുകൂടി കാണുകയാണ് കാനഡയിൽ വെച്ച്. അപ്പോൾ അവിടെ നിന്ന് അവർ കണ്ടുമുട്ടുന്നു. അതിനുശേഷം പരസ്പരം നല്ല ഫ്രണ്ട്സായി മനസ്സിലാക്കുന്നു. ആൻഡ് ദെൻ ഡെഫിനറ്റ്ലി ഇവരാണ് അല്ലെങ്കിൽ ഇത് തന്നെയാണ് എനിക്ക് ചേർന്ന ഇണ എന്ന് മനസ്സിലാക്കുകയാണ് അല്ലേ? സോ പ്ലീസ് ടേക്ക് us back to that moment. ആരാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അറിഷോർ? യെസ്, ദി ഗോർജിയസ് ബ്രൈഡ് ടു ബി അനു ആണ് നമുക്ക് അതിനെ പറ്റിയിട്ട് ചെറിയൊരു വിവരണം നൽകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും കാതുകൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ബിക്കോസ് ദേ ആർ ഗോയിങ് ടു ഡിസ്ക്രൈബ് ദ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് ദം. പ്ലീസ്. ഫസ്റ്റ് സൈറ്റ് എന്തായിരുന്നു ഒരു ഇംപ്രഷൻ? എന്തായാലും എനിക്ക് തോന്നുന്നു കുര്യാക്കോസിന് അത് അറിയണമെന്നുണ്ട്. പരസ്പരം നിങ്ങൾ ഷെയർ ചെയ്ത് കാണാം. എന്നിരുന്നാൽ പോലും എന്തായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ എന്നറിഞ്ഞാൽ കൊള്ളാമെന്നില്ലേ?
ജാടയായിരുന്നോ? ഓക്കെ, കുര്യാക്കോസിൻ്റെ മറുപടി ജാടയായിരുന്നു എന്നായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ അനുവിൻ്റെ മറുപടി? പ്രത്യേകിച്ചൊരു ഇംപ്രഷനും ഇല്ല. പ്രത്യേകിച്ചൊരു ഇംപ്രഷനും ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കില്ല. യു ആർ വെരി മച്ച് ഇംപ്രസ്ഡ് ആൻഡ് ഇൻട്രസ്റ്റഡ് ഇൻ ഹിം, റൈറ്റ്? ആൻഡ് ഈസ് വൈ യു ആർ ഹിയർ ടുഗെദർ. സോ പ്ലീസ് എന്തെങ്കിലും ഒരു വാക്ക്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ കല്യാണം കഴിക്കേണ്ട ഒരു ഏജ് ആയപ്പോഴത്തേക്ക് വീട്ടിൽ സംസാരിച്ചു. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും നമുക്ക് അധികം വൈകിക്കാനില്ല. തീർച്ചയായും വി ഹാവ് ടു കണ്ടക്ട് ഓൾ ദി ഫോർമൽ സെറമണീസ്, ദ സ്വീറ്റ് സെറമണീസ് വി ഹാവ് ഓൺ ദി സ്റ്റേജ്. സോ ആദ്യം തന്നെ അതിന് ഇവരുടെ ഇടം കൈയും വലം കൈയായി ഇത്രയും കാലം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇനിയും അങ്ങോട്ടും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുള്ള പാരൻസിനെ തന്നെയാണ് ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കേണ്ടത്, അല്ലേ? അപ്പോൾ യെസ്, നമുക്ക് അവരെ ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യം തന്നെ ഞാൻ കുര്യാക്കോസിൻ്റെ ഫാമിലീനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സോ ഫസ്റ്റ്ലി ലെറ്റ് മീ ഇൻവൈറ്റ് ഹിസ് ഫാദർ ആൻഡ് മദർ, മിസ്റ്റർ TK വർഗീസ് ആൻഡ് മിസ്സിസ് ആൻസി വർഗീസ് ഓൺ ടു ദി സ്റ്റേജ്. നമുക്ക് നിറഞ്ഞ കൈഡിയോടുകൂടി തന്നെ കുര്യാക്കോസിൻ്റെ അപ്പനെയും അമ്മയും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. സോ വൺസ് അഗൈൻ മിസ്റ്റർ TK വർഗീസ് ആൻഡ് മിസ്സിസ് ആൻസി വർഗീസ്. വേഴ്സ് പറയാൻ സാധിക്കുമോ? നമുക്ക് വി ഹാവ് ടു മേക്ക് എ നോയ്സ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, കാരണം ഇറ്റ്സ് ദി മൊമെൻറ്റ് ടു മേക്ക് എ ടിയേഴ്സ്, ഗുഡ് ടിയേഴ്സ്. സോ പ്ലീസ് ഹാവ് ദ ടിയേഴ്സ് എവ്രി വൺ. സോ യെസ്, രണ്ടുപേരും. ഓക്കെ, ഫസ്റ്റ്. So here is the time to twist and toast the wine and also then to taste. So cheers, please. Come on, everyone, give a big cheers for this beautiful moment, the rich moment in their life. പോലീസാണ്, അതുപോലെ തന്നെ ബാങ്കിലാണ് കാനഡയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു ബാങ്കറാണോ അതോ ഒരു പോലീസാണോ ഏറ്റവും പഞ്ചൽ? ഹൂ എമംഗ് യു? ഒന്ന് കൈയടിച്ചേ. നിയമമാണെങ്കിൽ നിയമം തെറ്റിക്കുന്നോ? എനിക്ക് മനസ്സിലായില്ല. കറക്റ്റ് പഞ്ചാലിറ്റി ഇല്ല എന്ന് പറയുന്നത് വൈ? അങ്ങനെ ഒരു കാര്യം അതുകൊണ്ട് ഇച്ചിരി പിന്നോട്ടാണ്, അല്ലേ? ഇറ്റ്സ് ഓക്കെ. എന്തായാലും അനുവിന് ഒരു കൈയ്യടി കൊടുത്താൽ ഭയങ്കര പഞ്ചലാണ്. അപ്പോൾ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിലും ഓരോ കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻ മേക്കിങ്ങിലും ഒക്കെ പങ്കുചേരുന്ന സമയത്ത് എല്ലാം കൃത്യമായി ചെയ്യാൻ രണ്ടുപേർക്കും സാധിക്കട്ടെ. ഇതിനോടകം നിങ്ങളുടെ ഫോണിലുള്ള സംഭാഷണങ്ങൾ, നേരിട്ട് കണ്ടുള്ള സംഭാഷണങ്ങൾ, who do you feel is more romantic? ഓക്കെ, ഒന്ന് കൈയടിച്ചേ. കുര്യാക്കോസ് ആണ് ഏറ്റവും റൊമാൻറ്റിക് എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് നമ്മുടെ അനുവിന് അത് വിളിക്കാൻ കഴിഞ്ഞില്ല? കുര്യാക്കോസിന്റെ എക്സ്പ്രസിങ് കുറച്ച് കുറവാണെന്ന് പറയുന്നു. ശരിയാണോ അനു? ആയിരിക്കും അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇതിലാരാണ് നല്ല ഫുഡി, അതായത് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര താല്പര്യമുള്ളത് ആരാണ്? ബിഗ് ഫുഡി. ഓക്കെ, അവിടുന്ന് ഉത്തരം വന്നാൽ കുര്യാക്കോസ് ആണെന്ന് ഇവിടുന്ന് പറയുന്നത് രണ്ടുപേരും അങ്ങനെയാണെന്നുള്ളത്. കുര്യാക്കോസിന് ഈ ഒരു ഭക്ഷണം ഡെയിലി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു ദിവസമല്ല, ഡെയിലി കിട്ടിയാലും കഴിക്കും എന്ന് തോന്നുന്ന ഏതെങ്കിലും ഭക്ഷണം ഉണ്ടോ? അതിനോട് അറിയാമോ അങ്ങനെ ഒരു ഭക്ഷണത്തെ പറ്റിയിട്ട്? എന്താണ് അവിടുന്ന് എന്തൊക്കെയോ തിരക്കുകൾ വരുന്നുണ്ട്? പഴങ്കഞ്ഞി എന്നൊക്കെ പറയുന്നത് ശരിയാണോ കുര്യാക്കോസ്? എന്തേലും കഴിക്കണ്ടേ? എന്നാൽ ഇങ്ങനെ ഒരു ഭക്ഷണം എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും, അങ്ങനെ തോന്നുന്ന ഏതെങ്കിലും ഭക്ഷണം ഉണ്ടോ? പഴങ്കഞ്ഞി കഴിക്കും. ഇനി ഓഡിയൻസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെന്ന് കൈയടിക്കോ? നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ഉത്തരവാണ്. ഓക്കെ, അവിടെ നിൽക്കുന്നവരും എല്ലാവരും ഒന്ന് കൈയടിച്ച്. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും ഇനി അടുത്തത് ഒരുപാട് ട്രാവൽ ചെയ്യാൻ, ഒരു ട്രാവൽ എന്തോസിയാസ്റ്റ് അല്ലെങ്കിൽ വാണ്ടർലിസ്റ്റ് എന്നൊക്കെ പറയും. നിങ്ങൾ കാനഡയിൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ച് കാണും. പക്ഷേ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഒരുമിച്ചുള്ള യാത്രകൾ ഇനിയും പ്രതീക്ഷിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വാണ്ടർലിസ്റ്റ് ഇക്കൂട്ടത്തിൽ ആരാണ്? ഇതേ പിന്നിക്ക് നോക്കുന്നു, കുര്യാക്കോസ് കണ്ടു തനിയെ കൈ പൊക്കുകയാണ്. പക്ഷെ അനു ശരിയല്ല കേട്ടോ. അനു രണ്ടും ഉത്തരം പറയുന്നതിന് പറഞ്ഞാൽ പിന്നിലോട്ടാണ് ആദ്യം നോട്ടം. അങ്ങനല്ല, അനുവിന് എന്ത് തോന്നുന്നു? Who is that? Okay, it's കുര്യാക്കോസ്. അവിടെ പറയുന്നത് രണ്ടുപേരും അങ്ങനെയാണെന്ന്. അച്ഛനറി വരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഫുൾ പ്ലാനിങ് ഉണ്ടോ? ഭാവിയിൽ ഇനി മാരേജിന് ശേഷം ഹണിമൂൺ എങ്ങോട്ടായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? തോമസിനെ എനിക്കൊന്ന് വേദിയിലേക്ക് ക്ഷണിച്ചേ മതിയോ? കാരണം അല്ല, എല്ലാവരും പ്രോത്സാഹനം തന്നെ. എപ്പോഴെങ്കിലും മീഡിയേറ്റർ ആയിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇവര് വഴക്ക് കൂടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാനോ?